അപ്പോൾ ഗൈസ് നമ്മൾ ജപ്പാനിലെത്തിയിരിക്കുന്നു. ഞാനും റോഷനും ജപ്പാനിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു റാമൻ ഫെസ്റ്റിവലിലാണ്. ആദ്യത്തെ ദിവസമാണ്, നോക്കാം ഉണ്ടാവുക. റാമൻ ഫെസ്റ്റിവലാണെന്ന് റോഷൻ പറയുന്നത്, എന്താണെന്ന് തിന്നറിയാം. ഇവരാണ് റാമൻ ചാമ്പ്യൻ കുറേ കാലമായിട്ട്. ഇടയ്ക്ക് കൊല്ലാണ് 2019, 2022, 2023. അപ്പോൾ ഇവരുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക്കലി നമ്മളവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. അവിടെ നിന്ന് പോയിട്ട് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങാം. ടിക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് റാമൻ കഴിക്കണം. അങ്ങനെയാണ് ഇവിടെ ഫുൾ സെറ്റപ്പാണ്. ഇപ്പോൾ എന്തോ നമ്മൾ വാഗ്യൂ ബീഫിൻ്റെ ടോപ്പിംഗ് കൂടെ എടുത്തു. അപ്പോൾ അതിനൊരു എക്സ്ട്രാ 500 ആയി. അപ്പോൾ നമുക്ക് സാധനം കിട്ടി ഗൈസ്. റാമനാണ്. ഡക്ക് ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, അടി നോക്കിയ റാമനും ഉണ്ട്. റോഷൻ പണി വിട്ട് തിന്നാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാം. അവൻ പറഞ്ഞതല്ലേ, എനിക്കറിയുക നമ്മളിങ്ങനെയൊക്കെയുള്ള പഠിക്കുന്നേ അല്ലെ? കൈവച്ചില്ല യേശൊന്നും ഇതെല്ലാം നോക്കുന്നുണ്ടാവും. ഇവിടെ നിന്നിട്ട് കിട്ടിയിട്ടാ തണുത്ത നൂഡിൽസ്. ഇതിമ്മ മുക്കണായിരിക്കും ചിലപ്പോ. ഈ സാധനക്ക് വേണ്ട രീതിക്ക് പോയി ഒഴിക്കല്ല, എനിക്കൊന്ന് മുക്കി തിന്നാനുള്ളതാണ്. അവര് എല്ലാവരും കണ്ടുപിടിക്കണം. എല്ലോ കഷ്ടപ്പെട്ട് തിന്ന. അപ്പൊ ഇത് തിന്നു കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ നോക്കാം. ഇവിടെ നടക്കുകയാണ്. കാണാം, ഇതൊരു വേറെ ലോകം. ഫാമിലി മാർട്ട്സ് ഇവിടെ നമ്മുടെ ബാങ്കോക്കിലുള്ള 7-Eleven പോലെയുള്ള ഇവിടെ 3 ഉണ്ട്. ലോസണ്, ഫാമിലി മാർട്ട്, 7-Eleven. അതേപോലെ ഒരെണ്ണമാണ് ലോസൺ. ഞാൻ സ്ട്രീറ്റ് കാണിച്ചായിരുന്നു എനിക്ക്. എന്താ സംഭവം? ഫുൾ ബിൽ ബോർഡ്സാണ്. ഇതെല്ലാം എഴുതിയിടുന്ന ഒന്നും മനസ്സിലാവത്തില്ല. ആരെല്ലോ എന്തെല്ലോ വിളിക്കുന്നുണ്ട്. ബാബാന്നെല്ലാം വിളിക്കുന്നുണ്ട്. സ്ട്രീറ്റ് കഴിഞ്ഞു. മുകളിലേക്ക് അതിൻ്റെ എൻട്രൻസ് എന്താ എഴുതിയേക്കുന്ന ആൾക്കറിയാം. ക്രോസ് ചെയ്യണം. ഇതാണ് കേട്ടോ. പിന്നെതാ ഇതാണ് ഇവിടുത്തെ മെയിൻ ഡിസ്കൗണ്ട് സെൻറ്റർ. ഡോണ്ട് ഷൂട്ട് ഹിയർ. ഇവിടെ നിന്നാണ് സാധനം എല്ലാം വാങ്ങുന്നത്. ഇവിടെ ടാക്സ് ഫ്രീ ആയിട്ട് സാധനം കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മുടെ ഹോട്ടലിൽ എന്തെല്ലോ കൂപ്പൺ കോഡൊക്കെ ഉണ്ടായിന്. അപ്പോൾ കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ ലൈക്ക് 7 to 10% ഡിസ്കൗണ്ട്. ടാക്സ് ഫ്രീ ആണെങ്കിൽ ലൈക്ക് നമുക്ക് ഒരു പാക്കേജിൽ ഇട്ട് തരും അവർ. എന്നിട്ട് അത് നമുക്ക് ഈ കൺട്രിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ അവർ തരും. അതിന് കുറച്ച് വില കുറവായിരിക്കും, ടാക്സ് ഇൻക്ലൂഡഡ് അല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഷിൻജിൻഗു മെയിൻ ഏരിയയിലെത്തി. ഇവിടെ മെയിനായിട്ടൊരു പൂച്ചേൻ്റെ ഒരു ബിൽ ബോർഡ് ഉണ്ട്. കാണിച്ചു തരാം. അതാ തിരിച്ചെടുക്കാം. ഇതാ പൂച്ചേൻ്റെ ഫേമസ് ബിൽ ബോർഡ്സ്. ഇടയ്ക്കിടയ്ക്ക് പാഡ്സ് ആണ്. ഇവിടെ പൂച്ചയില്ലെന്ന് തോന്നുന്നു. ഷിൻജിൻഗു സ്റ്റേഷനിൽ പോകണം. അവിടെ നിന്ന് പിന്നെ നമ്മുടെ ടീം ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അവിടെ പോകും. ഇതാണ് ഇവിടുത്തെ ഫേമസ് ഷിൻജിൻഗു സ്റ്റേഷൻ. എല്ലാവരും ഇവിടെ വന്നാൽ കാണാണ്ടാവുന്ന പറയല്, കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് എവിടെയാ പോകണ്ടേന്ന് ഇനി തപ്പിയെടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ മെട്രോ എല്ലാം കയറി എത്തി. ഇനി ഈ ടീം ലാബിലേക്ക്
നടക്കും. അത് ബേസിക്കലി ലൈക്ക് ഒരു ആർട്ട് മ്യൂസിയം പോലെയാണ്. അപ്പോൾ അവിടത്തേക്ക് ടിക്കറ്റ് 4 മണിക്ക് എടുത്ത്. അപ്പോൾ തിയേറ്റർ ഒന്ന് നോക്കാം. പിന്നെ ഇറങ്ങും വേറെ സീൻ സംഭവമുണ്ട്, ടോക്യോ ടവർ. ഞാനൊന്ന് നോക്കിയിട്ട് എന്തായാലും ഇവിടം വരെ ഒന്നല്ലേ. നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് 4 o'clock-നായിരുന്നു. പിന്നെ നമ്മളവരടുത്ത് കുറേ പറഞ്ഞു നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ, അതുകൊണ്ട് നമുക്ക് കയറാൻ ശ്രമിച്ചു. ഇപ്പോൾ കുറേ പറഞ്ഞു ഒരു സമയത്ത് എന്നിട്ട് നമ്മളെ കയറ്റി. ഇപ്പോൾ ശരിക്കും 5:30-6 നമ്മുടെ ടിക്കറ്റ് ശരിക്കും 4 മണിക്കാണ്. നമുക്ക് അകത്തുള്ളത് പോകുന്നു. Team Lab Borderless has no maps or routes. Some of the rooms are hard to find. Artworks leave rooms, move through the halls, and enter other spaces. അപ്പോൾ നമ്മൾ ആ ടീം ലാബ് ബോർഡർലെസ് ആർട്ട് മ്യൂസിയം നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു കഫേയിൽ പോയി ലൈറ്റായിട്ട് കുറച്ച് ഡെസേർട്ട്സ് കഴിച്ചു. ഇനി നമുക്ക് ടോക്യോ ടവറിലേക്ക് പോകാനൊരു വഴി കണ്ടുപിടിക്കണം. ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് വെച്ചിട്ട് ഇൻഫർമേഷൻ ഡെസ്കിൽ പോകാൻ പറഞ്ഞു. അവർക്കറിയില്ല പോലും. അപ്പോൾ ഇനി നോക്കണം അവിടെ അങ്ങോട്ട് പോയിട്ട്. പിന്നെ ഇനി ഇന്ന് രാത്രി ഷിൻജിൻകു വീഡിയോ ഇട്ട അതേ ഏരിയയിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചിറ്റാന്ന് വിചാരിക്കണം. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി, അറൗണ്ട് 6-7 ആയിട്ടുണ്ട്. എന്നാലും അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വേറെ പരിപാടിയുണ്ട്. ഷിബുയ സ്കൈയും നാളെ ഫുൾ ഷിബുയ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ടോക്യോ ടവർ നോക്കാം.
ടോക്കിയോ ടവർ കണ്ടിട്ടിറങ്ങി. ഇനിയിപ്പോൾ ബാക്കി നാളെ ഷിബുയ സ്കൈ, ഇനി ഷിബുയ ക്രോസിങ് 2-3 നാളെ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ. അർബാബ് ആൻഡ് അർബാബിസ്.